എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് ഡോക്ടർ നീരജ്. ഇന്ന് നമ്മൾ മെയിനായിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന കാര്യം, എല്ലാവരും ചോദിക്കുന്ന ചില ക്വസ്റ്റ്യൻസ്. അതായത് ഈ മുടി കൊഴിച്ചിലോ അല്ലെങ്കിൽ ബാൽഡ്നെസ്സിനോ ഗുളികകൾ കഴിച്ചുകൊണ്ട് കാര്യമുണ്ടോ? ആളുകൾ പൊതുവേ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ്. അതായത് ഏതെങ്കിലും തരം ഗുളിക കഴിച്ചുകൊണ്ട് പുതിയ മുടി വരികയെ അല്ലെങ്കിൽ ഉള്ള മുടീൻ്റെ തിക്നെസ് കൂടുകയെ അല്ലെങ്കിൽ കൊഴിച്ചിൽ നിൽക്കുകയെ അങ്ങനെ എന്തെങ്കിലും കാര്യമുണ്ടോ എന്നാണ് പൊതുവേ ചോദിക്കാറ്. അതിൻ്റെ ഉത്തരം എന്താ വെച്ചാൽ, അത് ഏത് ഗുളികയാണ് നിങ്ങൾ കഴിക്കുന്നത് അതിനനുസരിച്ചിരിക്കും. അതായത് ഫോർ എക്സാമ്പിൾ, നിങ്ങൾക്ക് സഡനായിട്ട് മുടി ഒഴിച്ചിലും അല്ലെങ്കിൽ പുതിയ മുടി വളരാനും കാര്യങ്ങൾക്കൊക്കെ നിങ്ങൾക്ക് കഴിക്കാൻ പറ്റുന്ന 2 തരം ഗുളികകളുണ്ട്. ഒന്ന് മിനോക്സിഡിലിൻ്റെ ഗുളിക, അതിൻ്റേതായിട്ടുള്ള സൈഡ് എഫക്റ്റുകളുണ്ട് ഗുളിക ഫോമിൽ. അതേപോലെ തന്നെ ഫിനസ്ട്രൈഡ് ആൻഡ് ഡ്യൂട്രസ്ട്രൈഡ്. ഈ 2 എണ്ണത്തിലും പുതിയ മുടീനെ വരുത്താൻ പറ്റും, പക്ഷേ അതിൻ്റേതായിട്ടുള്ള സൈഡ് എഫക്ട്സ് ഉണ്ട്. നേരെ മറിച്ച് നിങ്ങളിപ്പോൾ കഴിക്കാൻ പോകുന്നത് ബയോട്ടിനാണ്. അത് വിറ്റാമിൻ B5 ആണ്. ബയോട്ടിൻ കൂടി എന്ന് വെച്ചിട്ട് നമുക്ക് പ്രത്യേകം ഒരു സൈഡ് എഫക്റ്റ് ഒന്നും ഉണ്ടാവുന്നില്ല. പക്ഷേ നേരെ മറിച്ച് ബയോട്ടിൻ കഴിച്ചുകൊണ്ട് നിങ്ങൾക്ക് കൂടുതൽ ബയോട്ടിൻ കഴിച്ചതുകൊണ്ട് നിങ്ങൾക്ക് പുതിയ മുടിയും വരാൻ പോകുന്നില്ല. കുറച്ചുകൂടി ഒരു വളരെ ലോ പേസിൽ, അതായത് മുടി കൊഴിച്ചിൽ മെല്ലെ കുറച്ച് കൺട്രോളായി നിൽക്കും, അത്രേ ഉള്ളൂ. അത് അത്രയും ഫാസ്റ്റായിട്ടല്ല, കുറച്ച് കാലക്രമേണ ഇത് കഴിക്കുന്തോറും കൺട്രോളായി നിൽക്കും, ഒരു 4 to 6 വീക്സ് കഴിഞ്ഞിട്ട്. അതാണ് ഗുളിക ബയോട്ടിൻ്റെ ഗുണം. മനസ്സിലായില്ലേ? അപ്പോൾ ഈ ബയോട്ടിൻ അത് മാത്രമല്ല, വേറെ ഉണ്ട് ഗുളികകൾ. വേറെ നമുക്ക് പറയാൻ പിന്നെ വിറ്റാമിൻ E കൊടുക്കാറുണ്ട്. വിറ്റാമിൻ E ആണെങ്കിലും ബ്ലഡ് സർക്കുലേഷൻ ബെറ്റർ ആക്കും എന്നല്ലാതെ പുതിയ മുടി വരുത്താനോ അല്ലെങ്കിൽ എന്താ പറയുക തിക്നെസ് കൂടാനോ ഒന്നും ഉപയോഗിക്കാൻ പറ്റില്ല. അപ്പോൾ ഏത് ഗുളികയാണ് നമ്മൾ ഇതിന് യൂഷ്വലി ഉപയോഗിക്കുന്നത് അതിനനുസരിച്ച് ഇരിക്കും. പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം, ഈ എല്ലാവരും ചോദിക്കുന്ന ക്വസ്റ്റ്യൻ, ഡ്യൂട്രസ്ട്രൈഡ് ആക്ച്വലി ഫിനസ്ട്രൈഡിനേക്കാളും നല്ലതാണോ എന്നാണ് ചോദ്യം. ഡ്യൂട്രസ്ട്രൈഡ് എന്ന് പറയുന്നത് ഒരു 5-alpha റിഡക്റ്റേസ് എന്ന് പറഞ്ഞ എൻസൈമിനെ ബ്ലോക്ക് ചെയ്യുന്ന ഒരു ആളാണ്. മനസ്സിലായോ? ഈ 5-alpha റിഡക്റ്റേസ് എന്ന് പറഞ്ഞ എൻസൈമിനെ ബ്ലോക്ക് ചെയ്യുക എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് വലിയതായിട്ട് തോന്നില്ല. നേരെ മറിച്ച് DHTനെ ബ്ലോക്ക് ചെയ്യുക എന്ന് പറയുമ്പോഴാണ് നിങ്ങൾക്ക് കത്തുക, അല്ലേ? അതെന്താ വെച്ചാൽ, ടെസ്റ്റോസ്റ്ററോൺ എന്ന് പറഞ്ഞ ഹോർമോണെന്ന് ആ മനുഷ്യന് DHT എന്ന ഹോർമോണിലോട്ട് ആ മനുഷ്യൻ്റെ ശരീരത്തിൽ ആ ഒരു കൺവേർഷൻ നടക്കണമെന്നുണ്ടെങ്കിൽ 5-alpha റിഡക്റ്റേസ് വേണം. ഈ 5-alpha റിഡക്റ്റേസ് ഉണ്ടെങ്കിൽ മാത്രമേ ടെസ്റ്റോസ്ട്രോൺ എന്ന് പറഞ്ഞ ഫോർമേഷൻ നേരെ DHT ആയിട്ട് മാറുള്ളൂ. അതില്ലെങ്കിൽ ടെസ്റ്റോസ്ട്രോൺ അവിടെ തന്നെ കിടക്കും. മനസ്സിലായോ? അപ്പോൾ ഈ DHT ആണ് നമ്മുടെ മെയിനായിട്ടുള്ള വില്ലൻ. ഈ DHT കാരണമാണ് നമുക്ക് അധികം കൊഴിച്ചിലുണ്ടാകുന്നത്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ, ഈ DHT ഭയങ്കരമായിട്ട് നമുക്ക് എന്താ പറയുക, എല്ലാ രീതിയിലും ഒരു ഇൻഫ്ലമേഷൻ എന്ന് പറഞ്ഞ സംഭവം ഉണ്ടാക്കുന്ന ആളാണ്. അതായത് ആൻഡ്രോജൻസിനെയും ഗ്ലൂക്കോകോർട്ടിക്കോയിഡ്സിനെയും ഒക്കെ ഇൻക്രീസ് ചെയ്യിപ്പിക്കും. അതുവഴി മുടി കൊഴിച്ചിലുണ്ടാവും. DHT അങ്ങനെയാണ് ആക്ട് ചെയ്യുന്നത്. അപ്പോൾ ആൻഡ്രോജൻസ് ആൻഡ് ഗ്ലൂക്കോകോർട്ടിക്കോയിഡ്സ് ഇൻക്രീസ് ആകുമ്പോൾ യൂഷ്വലി നമുക്ക് മുടി കൊഴിച്ചിൽ ഭയങ്കരമായിട്ട് ഉണ്ടാവും. അപ്പോൾ നമുക്ക് ഇനി മനസ്സിലാക്കേണ്ടത്, ഈ DHT എന്ന് പറയുന്ന ആളെങ്ങനെയാണ് നമ്മുടെ മുടി കൊഴിച്ചിൽ ഉണ്ടാക്കുന്നത്. DHT എങ്ങനെ മുടി കൊഴിച്ചിൽ ഉണ്ടാക്കുന്നത് വെച്ചാൽ, DHT യൂഷ്വലി കൂടുന്ന സമയത്ത് എന്താ ഉണ്ടാവുക വെച്ചാൽ, ഹെയറിൻ്റെ ഒരു സൈക്കിൾ ഉണ്ടെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും പറയാം, ഹെയർ സൈക്കിൾ. ആ ഹെയർ സൈക്കിൾ ആദ്യം ആനജൻ ഫേസ് എന്ന് പറഞ്ഞൊരു ഫേസ് ഉണ്ട്. അതെന്ന് വെച്ചാൽ ഗ്രോത്ത് ഫേസ് ആണെന്ന് നിങ്ങൾക്കറിയാം. അതിൻ്റെ അവസാനത്തെ ഫേസാണ് ടീലോജൻ ഫേസ്. അത് കൊഴിഞ്ഞു പോകുന്ന ഫേസ് ആണെന്ന് പറയാം. ഈ DHT എന്താ ചെയ്യുക വെച്ചാൽ, ആനജൻ ഫേസിൻ്റെ ഡ്യൂറേഷൻ കുറയ്ക്കും. അതായത് ഗ്രോത്ത് ഫേസിൻ്റെ ഡ്യൂറേഷൻ കുറച്ചിട്ട് ടീലോജൻ ഫേസ്, അതായത് കൊഴിഞ്ഞു പോകുന്ന ഫേസിൻ്റെ ഡ്യൂറേഷൻ കൂട്ടും. അതായത് കുറേ സമയം ഈ മുടി കൊഴിച്ചിൽ ഉണ്ടായിക്കൊണ്ടിരിക്കും. ഒരു കാര്യം അത് ചെയ്യും. രണ്ടാമത്തെ കാര്യം, ഓരോ ഹെയർ ഫോളിക്കിൾസിനെയും ഇത് ഷ്രിങ്ക് ചെയ്യാൻ പോകും. ഇത് ഷ്രിങ്ക് എങ്ങനെ ചെയ്യാന്ന് വെച്ചാൽ, ഓരോ ഹെയർ ഫോളിക്കിൾസിലും ആൻഡ്രോജൻ റിസപ്റ്റേഴ്സ് ഉണ്ട്. ഈ ആൻഡ്രോജൻ റിസപ്റ്റേഴ്സിൽ ഈ DHT പോയി ബൈൻഡ് ചെയ്തിട്ട് മിനിയേച്ചറൈസേഷൻ എന്ന് പറഞ്ഞൊരു പ്രോസസ്സ് നടക്കും. ഈ മിനിയേച്ചറൈസേഷൻ എന്ന് പറയുന്നത് എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഹെയർ ഫോളിക്കിൾ കോൺട്രാക്ട് ചെയ്ത് ഭയങ്കര ചുരുങ്ങി പോകുന്നതാണ് മിനിയേച്ചറൈസേഷൻ. ഗ്രാജുവലി ഇത് മിനിയേച്ചറായി കഴിഞ്ഞാൽ പിന്നീട് അതിനുള്ളിൽ നിന്ന് ഹെയർ വരാതെയാവും. അങ്ങനത്തെ ഒരു കണ്ടീഷനിലോട്ട് എത്തും. മനസ്സിലായോ? അപ്പോൾ നമുക്ക് അത്രയും ഒരു കാര്യങ്ങൾ ചെയ്യുന്ന ആളാണ് DHT. അതായത് DHT ഉണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് ഹെയർ ലോസ് ഉണ്ടാവും. നിങ്ങൾക്ക് ഹെയർ വളരെയധികം മീൻസ് കൊഴിയാൻ തുടങ്ങും. അതിൻ്റെ കൂടെ തന്നെ നിങ്ങൾക്ക് പുതിയ മുടി വരാതെയായിരിക്കും. അങ്ങനെയൊക്കെ കണ്ടീഷൻസ് ഈ DHT കാണുന്നുണ്ടാവും. അപ്പോൾ ഈ DHTനെ ഉണ്ടാക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഡ്യൂട്രസ്ട്രൈഡും ഫിനസ്ട്രൈഡും ഒക്കെ കൊടുക്കുന്നത്. അതെങ്ങനെയാണ്? 5-alpha റിഡക്റ്റേസ് എന്ന് പറഞ്ഞ എൻസൈമിനെ ബ്ലോക്ക് ചെയ്തിട്ട്. പക്ഷേ ഈ ഡ്യൂട്രസ്ട്രൈഡിൻ്റെ ഒരു പ്രശ്നം എന്താ വെച്ചാൽ, ഡ്യൂട്രസ്ട്രൈഡ് 5-alpha റിഡക്റ്റേസ് മാത്രമല്ല ഇൻഹിബിറ്റ് ചെയ്യുന്നത്, അത് വേറെയും എൻസൈംസ് ഇൻഹിബിറ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഈ നമ്മളെ ശരീരത്തിൽ കൂടുതൽ എമൗണ്ട് ഓഫ് ആൻഡ്രോജൻസും ഗ്ലൂക്കോകോർട്ടിക്കോയിഡ്സും കുറയും. അതായത്
മനസ്സിലായില്ലേ? സാധാരണഗതിയിൽ ഈ ആൻഡ്രജനും ഗ്ലൂക്കോകോർട്ടിക്കോയിഡും ഉണ്ടെങ്കിലാണ് എന്തുണ്ടാവുക, നമുക്ക് ഈ DHT കാരണമാണ് ആൻഡ്രജനും ഇതൊക്കെ കൂടുന്നത്. അത് കൂടിക്കഴിഞ്ഞാൽ എന്താ ഉണ്ടാവുക, അത് കൂടിക്കഴിഞ്ഞാൽ ഇൻഫ്ലമേഷൻ എന്ന് പറഞ്ഞ സംഭവം ഉണ്ടാവും, മുടി കൊഴിച്ചിലുണ്ടാവും. അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. നേരെ മറിച്ച് നമ്മൾ ഈ 5-ആൽഫ റിഡക്റ്റേസ് ഇൻഹിബിഷൻ നടത്തി, അപ്പോൾ DHT ഉണ്ടാവുന്നില്ല. DHT ഇല്ലാതിരിക്കുന്ന സാഹചര്യം വന്നു കഴിഞ്ഞാൽ പൊതുവെ ആൻഡ്രജൻസും ഗ്ലൂക്കോകോർട്ടിക്കോയിഡ്സും കുറയും. അത് അതിൻ്റെ ഒരു ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണലാണ്. അത് കുറഞ്ഞു കഴിയുക. അപ്പോൾ ഇത് വളരെയധികം കുറയുമ്പോൾ ഉള്ള പ്രോബ്ലം എന്താ വെച്ചാൽ ഇതിൻ്റെയൊക്കെ ഒരു എന്താ പറയുക എഫക്റ്റ് പല ഓർഗൻസിലും ഉണ്ടാവും. ഇതിൻ്റെയൊക്കെ ആൻഡ്രജൻ റിസപ്റ്റേഴ്സ്, ഈ പല ഗ്ലൂക്കോകോർട്ടിക്കോയിഡ്സിൻ്റെ ആൻഡ്രജൻസിൻ്റെയൊക്കെ ആൻഡ്രജൻ റിസപ്റ്റേഴ്സ് ലിവറിൽ അല്ലെങ്കിൽ കിഡ്നിയിൽ അല്ലെങ്കിൽ നമ്മുടെ പാൻക്രിയാസിൽ, എസ്പെഷ്യലി ബീറ്റാ സെൽസ്, പാൻക്രിയാസിലെ ബീറ്റാ സെൽസിലൊക്കെ ആൻഡ്രജൻ റിസപ്റ്റേഴ്സ് ഉണ്ട്. അപ്പോൾ അതിനെയൊക്കെ ഇത് എഫക്റ്റ് ചെയ്യും. അതുകൊണ്ടാണ് പറയുന്നത് യൂട്രസ്റ്റൈഡ് നമ്മൾ എടുക്കുമ്പോൾ പ്രോപ്പറായിട്ട് എടുത്തിട്ടില്ലെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ ആൾക്ക് ഓൾറെഡി ഒരു കിഡ്നി പേഷ്യൻ്റ് ആണെങ്കിലോ അല്ലെങ്കിൽ ഓൾറെഡി അയാൾക്കൊരു അസുഖമുള്ള ആളാണെങ്കിൽ, എസ്പെഷ്യലി പ്രഷറിൻ്റെ അസുഖം അല്ലെങ്കിൽ ഹാർട്ടിൻ്റെ പ്രശ്നമൊക്കെ ഉണ്ടെങ്കിൽ യൂട്രസ്റ്റൈഡ് കഴിക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കണം. കാരണം എന്താ വെച്ചാൽ യൂട്രസ്റ്റൈഡ് കഴിക്കുമ്പോൾ ലോങ് ടേം ആയിട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കിഡ്നിയിൽ മോർഫോളജിക്കലായിട്ടും പാത്തോളജിക്കലായിട്ടും, ലൈക്ക് മോർഫോളജിക്കൽ എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു മോർഫോളജി, അതായത് ഷേപ്പിന് തന്നെ ഘടകത്തിൽ വ്യത്യാസം വരുത്താൻ ചാൻസ് ഉണ്ട് എന്ന് പഠനം NBH തെളിയിച്ചതാണ്. അതിൻ്റെ NCBIൻ്റെ ലിറ്ററേച്ചർ എല്ലാം നമ്മുടെ ഇതിലുണ്ട്. ഞാൻ വേണമെങ്കിൽ അതിൻ്റെ ഇത് ഇട്ടിട്ടുണ്ട്, അതിൻ്റെ സൈറ്റിൻ്റെ ഡീറ്റെയിൽസും അതിൻ്റെ ലിങ്കും ഇട്ടിട്ടുണ്ട്, നിങ്ങൾക്ക് വേണമെങ്കിൽ പോയി കാണാം. അതായത് യൂട്രസ്റ്റൈഡ് നിങ്ങൾ കഴിക്കുമ്പോൾ കൂടുതലായിട്ട് കഴിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കിഡ്നി ഫെയിലിയർ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അതുവഴി ഗ്ലോമറുലൈൻ നെഫ്രൈറ്റിസ് എന്ന് പറഞ്ഞാൽ ഗ്ലോമറുലസിനെ എഫക്റ്റ് ചെയ്യാറുണ്ട്. ഗ്ലോമറുലൈൻ്റെ വലിപ്പം ചുരുക്കി കളയാറുണ്ട്. നമ്പർ ഓഫ് ഗ്ലോമറുലൈനെ വരെ എഫക്റ്റ് ചെയ്യാറുണ്ട്. മോർഫോളജി ഓഫ് കിഡ്നീനെ വരെ എഫക്റ്റ് ചെയ്യും ഏത് യൂട്രസ്റ്റൈഡ്. രണ്ടാമത്തെ കാര്യങ്ങൾ എന്തൊക്കെയാ വെച്ചാൽ ഇത് ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞ ഒരു സംഗതി ഉണ്ടാക്കും. അതുണ്ടാകുമ്പോൾ എന്താ ഉണ്ടാവുക, ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ഉണ്ടാകുന്നത് വേറെ ഒന്നും നോക്കണ്ട, ടൈപ്പ് 2 ഡയബറ്റിക് മെല്ലിറ്റസ് അതാണ് ഉണ്ടാവാൻ പോകുന്നത്. അതായത് ഷുഗർ പേഷ്യൻ്റ് ആയി കഴിയും കൂടുതൽ നിങ്ങളിത് ചെയ്യുമ്പോൾ, കൂടുതലായിട്ട് യൂട്രസ്റ്റൈഡ് കഴിക്കുമ്പോൾ. പിന്നെ അടുത്ത വേറൊരു സംഭവം ഹൈപ്പർ ലിപ്പിഡീമിയ എന്ന് പറയുന്ന കണ്ടീഷൻ, അതായത് ട്രൈഗ്ലിസറൈഡ്സിൻ്റെ അളവ് കൂടാൻ തുടങ്ങും. അത് കഴിഞ്ഞിട്ടുള്ളത് ഒരെണ്ണം ഹൈപ്പർഗ്ലൈസീമിയ, അത് ഷുഗറായിട്ടും വരുന്നതാണത്. അത് ഞാൻ നേരത്തെ പറഞ്ഞു, ടൈപ്പ് 2 ഡയബറ്റിക് മെല്ലിറ്റസ് എന്നാണ്. അതേപോലെ തന്നെ ഡ്രൈ ഐ, കണ്ണ് ഭയങ്കരമായിട്ട് ഡ്രൈ ആയിരിക്കും. അങ്ങനെ ഓക്കുലാറായിട്ട് ഇൻഫെക്ഷൻസ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്, കണ്ണിൽ ഇൻഫെക്ഷൻസ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ഇങ്ങനെ പല കണ്ടീഷൻസും ഉണ്ടാവാൻ ചാൻസ് ഉള്ള സാധനമാണ് യൂട്രസ്റ്റൈഡ്. ഇത് ഫിനസ്ട്രൈഡിനെ വെച്ച് നോക്കുമ്പോൾ ഫിനസ്ട്രൈഡാണ് കുറച്ചും കൂടി സേഫ്. ഇത് ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാക്കില്ല, കാരണം അത് 5-ആൽഫ റിഡക്റ്റേസ് മാത്രമേ ഇൻഹിബിറ്റ് ചെയ്യുള്ളൂ. ഇത് നമുക്ക് വേണ്ട ആൻഡ്രജൻ റിസപ്റ്റേഴ്സ് ഒരു 90% ഇൻഹിബിറ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് വളരെ സൂക്ഷിക്കണം യൂട്രസ്റ്റൈഡ് കഴിക്കുമ്പോൾ. എന്ന് വെച്ചാൽ എല്ലാവർക്കും ഇത് ഉണ്ടാവുന്നതല്ല. അത്യാവശ്യം ബോഡിയും അത്യാവശ്യം ഹെൽത്തി ആയ ആളുകൾ ഇത് കഴിച്ചു എന്ന് വെച്ചിട്ട്, ലോങ് ടേം അല്ലാതെ കഴിച്ചു എന്ന് വെച്ചിട്ട് നിങ്ങൾക്ക് യൂട്രസ്റ്റൈഡ് കഴിച്ചാൽ ഒന്നും ഉണ്ടാവാൻ പോകുന്നില്ല, പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാൻ പോകുന്നില്ല. പക്ഷേ ഞാൻ പറയുന്നത് ഇത് മനസ്സിൽ വെക്കണം, എല്ലാം അറിഞ്ഞിട്ട് വേണം. ഇപ്പോൾ എല്ലാത്തിനും FDA അപ്രൂവൽ ഉണ്ടോ എന്ന് ചോദിക്കുന്ന കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ നമ്മൾ കഴിക്കുന്ന സാധനത്തിന് FDA അപ്രൂവൽ ഉണ്ടോ എന്ന് നിങ്ങളൊന്ന് അന്വേഷിക്കണം. FDA അപ്രൂവ്ഡ് ആണെങ്കിൽ പോലും നിങ്ങൾക്ക് ഫിനസ്ട്രൈഡാണ് FDA അപ്രൂവ്ഡ്, യൂട്രസ്റ്റൈഡ് ഓവർ ദ കൗണ്ടറാണ്. അത് മീൻസ് ആ ക്ലാസ് ആണെന്ന് പറയാം. ഫിനസ്ട്രൈഡാണ് സ്പെസിഫിക്കലി നമ്മൾ യൂസ് ചെയ്യുന്നത്. യൂട്രസ്റ്റൈഡ് ഓക്കെ, ദാറ്റ് ക്ലാസ് FDA അതിൻ്റെ പേരിൽ അപ്രൂവ് ചെയ്തിട്ടുണ്ട്. അതിന് യൂസ് ചെയ്യാമെന്ന് മാത്രം, സേഫാണെന്ന് പറഞ്ഞിട്ടല്ല. ഈ സാധനം ഇതിന് യൂസ് ചെയ്യാം, അതിന് മാത്രമാണ് അപ്രൂവൽ കിട്ടിയത്. ഓക്കെ, അപ്പോൾ അങ്ങനെ പറയുകയാണെങ്കിൽ അതിന് അപ്രൂവൽ ഉണ്ട്. പക്ഷേ അത് മനുഷ്യൻ ഉണ്ടാക്കുന്ന ഇഷ്യൂസ് ഒന്നും നിങ്ങൾ കാണാതെ പോരുത്. കാരണം ഇത് ഇഷ്യൂസ് ഉണ്ടാക്കാതെ ഇരിക്കില്ല എന്ന് വിചാരിക്കേണ്ട, ഇഷ്യൂസ് ഇത് ഉണ്ടാക്കും. അപ്പോൾ അതുകൊണ്ടാണ് ഞങ്ങൾ എന്തായാലും യൂട്രസ്റ്റൈഡും ഫെനസ്ട്രൈഡും ഞാൻ ആർക്കും കൊടുക്കാറില്ല. ടോപ്പിക്കൽ സൊല്യൂഷനായിട്ടുള്ള ഫെനസ്ട്രൈഡ് ചിലപ്പോൾ ബ്രിൻഡോപെഫിൻ്റെ രൂപത്തിൽ ചില പേഷ്യൻസിന് കൊടുക്കാറ്. അത് ടോപ്പിക്കൽ യാതൊരുവിധ പ്രശ്നം ഉണ്ടാക്കാറില്ല. ആ ഒരു ഉറപ്പ് എനിക്കുണ്ട്, അതുകൊണ്ടാണ് ഞാൻ ചെയ്തത്. ഓക്കെ, അപ്പോൾ ഇതാണ് എന്നോട് കൂടുതൽ ഈ ആഴ്ച പേഷ്യൻസ് ചോദിച്ചൊരു ക്വസ്റ്റ്യൻസിന് ഉത്തരങ്ങളാണ് ഞാൻ പറഞ്ഞത്. ഇതേപോലെ നിങ്ങൾക്ക് കൂടുതൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ യു ക്യാൻ ആസ്ക് ഇൻ ദ കമൻറ്റ് സെക്ഷൻ, ഞാൻ അതിനുള്ള ഉത്തരം പറയുന്നതാണ്. ഓക്കെ, താങ്ക് യു.